نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറാണ്. ഇന്നത്തെ പരീക്ഷയോടുകൂടി നമ്മുടെ പരീക്ഷകളൊക്കെ കഴിയൂലേ. ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇനിയിപ്പോൾ ലീവാണ് അല്ലേ. ഓണപരിപാടികളൊക്കെ കഴിഞ്ഞ് ലീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു പൊളിക്കാം അല്ലേ. ഓക്കെ റെഡി. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറാണ്. ഇംഗ്ലീഷ് ആയിരുന്നു പരീക്ഷ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ഇംഗ്ലീഷ് അടിപൊളിയായി സെറ്റായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റിയിട്ടില്ലേ? ഈസി ആയിരുന്നു അല്ലേ പരീക്ഷ? ഓക്കെ. എന്ത് തന്നെയായാലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഇപ്പം തന്നെ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ലായിരുന്നോ? ഇല്ലേ, എളുപ്പമായിരുന്നില്ലേ പരീക്ഷ? എളുപ്പത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഓക്കെ റെഡി. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കുകയാണ്. ലെറ്റ്സ് ഡ്രോ അല്ലേ, വരയ്ക്കാൻ വേണ്ടി പറയുകയാണ് നമ്മളോട്. ലിസൺ ടു യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ ആണ്. അതായത് നമ്മളോട് ടീച്ചർ നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കെയർഫുള്ളായിട്ട് നമ്മൾ കേട്ടിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ താഴെ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ പ്ലാന്റ് ഇൻ ദ പോട്ടാണ്. ഡ്രോ എ പ്ലാന്റ് ഇൻ ദ പോട്ട്. അതായത് ഒരു പ്ലാന്റ്, ഇവിടെ ഒരു പോട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഒരു പ്ലോട്ടിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലാന്റ് നമ്മൾ വരയ്ക്കണം. അതേപോലെ തന്നെ ഡ്രോ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് ആണ്. അതിന് നമ്മൾ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ലീവ്സും എന്ത് ചെയ്യണം, അതിൽ വരയ്ക്കണം. ഓക്കെ റെഡി. ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഡ്രോ സം ഫ്ലവേഴ്സ് ഓൺ ദ പ്ലാന്റ് ആണ്. അതായത് അവിടെ കുറച്ച് ഫ്ലവേഴ്സ്, പ്ലാന്റിൽ കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 1-2 ഫ്ലവറുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ വരച്ചു. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വരച്ചാൽ പോരെ അല്ലേ. ഒരു 2 ഫ്ലവറുകളൊക്കെ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. എന്നിട്ട് ഗിവ് ഗ്രീൻ കളർ ടു ദ ലീവ്സ്. അതിൻ്റെ ലീവ്സിന്, അതായത് ഇലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രീൻ കളർ നമ്മൾ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗിവ് റെഡ് കളർ ടു ദ ഫ്ലവർ. അതായത് അതിൻ്റെ റെഡ് കളർ, ഈ ഫ്ലവറിന് നമ്മൾ എന്ത് കളറാണ് കൊടുക്കേണ്ടത്, റെഡ് കളർ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലവറിന് കൊടുക്കണം. ഓക്കെ റെഡി. അത് കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റി 2ലേക്ക് പോവാണ്. ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതേപോലെയുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ആണ്. സച്ചിൻ ആൻഡ് ബ്രൂണോ ആർ ഇൻ എ പാർക്ക്. സച്ചിനും ബ്രൂണോ എവിടെ ഉണ്ട്, പാർക്കിലുണ്ട്. കളർ ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ പാർക്കാണ്. കളർ ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ പാർക്ക്. നമ്മളോട് ആ ഒരു പിക്ചർ കളർ ചെയ്യാനും അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടി പറയാം. താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ എന്താ ഇത്, ദിസ് ഈസ് എ പാർക്ക് അല്ലെ, ഇതൊരു പാർക്കാണ്. ദർ ഈസ് എ എന്തെങ്കിലും ഉള്ള സാധനത്തിൻ്റെ പേര് ചെയ്ത് നമുക്ക് ദർ ഈസ് എ ഐസ്ക്രീം ഷോപ്പ് അല്ലേ. നമുക്കൊക്കെ ഐസ്ക്രീം ഇഷ്ടമല്ലേ. അവിടെ എന്ത് കാണുന്നുണ്ട്, നമ്മളൊരു ഐസ്ക്രീം ഷോപ്പ് നമ്മളവിടെ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, ദർ ഈസ് എ ഐസ്ക്രീം ഷോപ്പ് ഇൻ ദ park. അടുത്തത് 2 birds are sitting on the tree അല്ലേ. 2 birds are sitting on the tree ആണ്. മരത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2 കിളികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിൽഡ്രൻ ആർ പ്ലേയിങ് അല്ലേ. ചിൽഡ്രൻ ആർ പ്ലേയിങ്, കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, കളിക്കുകയല്ലേ ചെയ്യുന്നത്, കളിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതോ, അടുത്ത നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് നിങ്ങൾക്ക് എഴുതാം. ദർ ഈസ് എ സീസോ ഇൻ ദ പാർക്ക് അല്ലേ. ഒരു സീസോ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തയിലേക്ക് പോകാനാണ് മക്കളെ. അടുത്തയിലേക്ക് പോകുമ്പോൾ റെഡിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. റെഡിൽസ് ആണ്. Read the riddles carefully, find out the answers from the boxes and write it in the given space ആണ്. അപ്പോൾ റെഡിൽ കൊടുത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഡിൽ എന്തായാലും പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് റെഡിൽ അല്ലേ. ഐ ആം എ വെജിറ്റബിൾ, ഞാനൊരു വെജിറ്റബിൾ ആണ്, ഞാനൊരു പച്ചക്കറിയാണ്. റൗണ്ട് ആൻഡ് ബിഗ്, ഞാൻ വട്ടത്തിലാണ് അതുപോലെ തന്നെ വലുതുമാണ്. ഐ ലുക്ക് ലൈക്ക് എ ഫുട്ബോൾ, എന്നെ കാണുമ്പോൾ ഒരു ഫുട്ബോൾ പോലെയാണ്. ഹൂ ആം ഐ, ആരാണ് ഞാൻ. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തതിൽ ഏത് എഴുതാം, പംകിൻ എന്ത് ചെയ്യാം, പംകിനെ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ട് എഴുതാം അല്ലേ. ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് നോക്കൂ. ഐ ആം എ വെജിറ്റബിൾ, ഞാനൊരു വെജിറ്റബിൾ ആണ്. സ്വീറ്റ് ആൻഡ് ലോങ്, ഞാൻ സ്വീറ്റും ആണ് അതേപോലെ തന്നെ ലോങ്ങുമാണ്. റാബിറ്റ്സ് ലൈക്ക് മീ, ഈ അർണബ് എന്ന് പറയും, ഈ മുയലുകൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. ഹൂ ആം ഐ, ആരാണ് ഞാൻ എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാൻ മതി ഈസി ആയിട്ട്. ക്യാരറ്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടൊമാറ്റോ ആണ്. ടൊമാറ്റോയെ പറ്റിയിട്ട് നമ്മളോട് ഒരു റിഡിൽ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഐ ആം എ വെജിറ്റബിൾ, ഞാനൊരു വെജിറ്റബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കളർ എഴുതി കൊടുക്കാം. റെഡ് ഇൻ കളർ, ഞാൻ റെഡ് ഇൻ കളറിലാണ്. റൗണ്ട് ഷേപ്പ്, എനിക്ക് റൗണ്ടാണ് എൻ്റെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിഡിൽ അവിടെ തയ്യാറാക്കി കൊടുക്കാം അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. കോൺവെർസേഷൻ ആണ്. ആക്ടിവിറ്റി 4 എന്താണ്, കോൺവെർസേഷൻ ആണ്. റിയാസ് സോ മിനു ഗിവിംഗ് ഫുഡ് ടു ദെയർ ലിറ്റിൽ ബേർഡ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിനു ആൻഡ് റിയാസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺവെർസേഷൻ എന്തായാലും പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞ കാര്യമായിരുന്നു. അതാണ് വന്നിരിക്കുന്നത്, കോൺവെർസേഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ. റിയാസ് സോ മിനു ഗിവിംഗ് ഫുഡ് ടു ലിറ്റിൽ ബേർഡ്. അവിടെ ലിറ്റിൽ ബേർഡിന് ഫുഡ് കൊടുക്കുന്നത് റിയാസ് കണ്ടു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിനു ആൻഡ് റിയാസ്. അങ്ങനെ മിനു റിയാസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. റിയാസ് പറയാണ്, മിനു
ഈസ് ദിസ് യുവർ പെറ്റ്, ഇത് നിന്റെ പെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിനു പറയാണ് യെസ് മൈ പെറ്റ്, ഇതെൻ്റെ പെറ്റാണ്. അപ്പോൾ റിയാസ് പറയാണ് അപ്പോൾ ഇതിൻ്റെ പേരെന്താന്ന് റിയാസ് ചോദിക്കണം അല്ലേ. അപ്പോൾ ഇറ്റ്സ് നെയിം ഈസ് കിറ്റി എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് യുവർ പെറ്റ് നെയിം അല്ലേ, വാട്ട് ഈസ് യുവർ പെറ്റ് നെയിം, അതിൻ്റെ പെറ്റിൻ്റെ പേരെന്താണ്. അപ്പോൾ പറയാണ് ഇറ്റ്സ് നെയിം ഈസ് കിറ്റി. അപ്പോൾ റിയാസ് പറയാണ് വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം, നിനക്ക് എവിടുന്ന് അതിനെ കിട്ടിയത്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗ്രൗണ്ട്, എനിക്ക് അതിനെ കിട്ടിയിരിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്. ഇറ്റ് ഈസ് വെരി നൈസ്, ഇത് വളരെ അല്ലേ വളരെ രസമുണ്ട്. അപ്പോൾ മിനു താങ്ക് യു എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ. മിനുവിന് എന്ത് ചെയ്യുക താങ്ക് യു എന്ന് പറയും. എന്ത് തന്നെ ആയാലും അടിപൊളിയായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് പറ്റിയിട്ടുണ്ടാവും, അടിപൊളിയായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും അല്ലേ. ഇനി അടുത്തത് ആഡ് മോർ ലൈൻ ആണ് അല്ലേ. ആഡ് മോർ ലൈനും വളരെ ഈസി ആയിട്ട് ചെയ്യാം നമുക്ക്. ലിറ്റിൽ ബേർഡ് വാട്ട് ഡു യു ലൈക്ക്, ഐ ലൈക്ക് ഫ്രൂട്ട്സ്, ഐ ലൈക്ക് നട്ട്സ് അല്ലേ. ഇനി പാരറ്റിനോട് ചോദിക്കുകയാണ് ലിറ്റിൽ പാരറ്റ് വാട്ട് ഡു യു ലൈക്ക്, ഐ ലൈക്ക് റൈസ്, ഐ ലൈക്ക് ബനാനയോ അല്ലെങ്കിൽ പിന്നെ ആപ്പിളോ, എന്താ പാരറ്റ് ഒന്നും കഴിക്കില്ല, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് താഴെ കാണുന്ന ഡോഗിനെ പറ്റിയിട്ട് എഴുതാം. ലിറ്റിൽ ഡോഗ് വാട്ട് ഡു യു ലൈക്ക്, അങ്ങനെ ഡോഗിന് ഇഷ്ടമുള്ള എന്തെങ്കിലും 2 ഫ്രൂട്ടിൻ്റെയോ അല്ല ഫ്രൂട്ടിൻ്റെ അല്ല ഡോഗിന് ഇഷ്ടമുള്ള ചിക്കനൊക്കെ അല്ലേ, അതിനെയൊക്കെ പേരെന്ത് ചെയ്യുക നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പ്രശ്നവുമില്ല. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ട് വളരെ ഈസിയുള്ള ഒരു പരീക്ഷയായിരുന്നു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇല്ലേ, കിട്ടൂലേ. സെറ്റായിട്ട് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന മോഡൽ ചോദ്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതിയിട്ട് ഇനിയിപ്പോൾ 10 ദിവസം ലീവാണ്, അടിച്ച് പൊളിച്ച് തകർത്ത് 10 ദിവസം ലീവ് എടുത്ത് ഉഷാറാക്കി വരിക കേട്ടോ. നിങ്ങൾ എല്ലാത്തിലും ഫുൾ മാർക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ, സീ യു.